ഹായ് നമസ്കാരം. NIOS +2 ഏപ്രിൽ 2026 ഏപ്രിൽ ബാച്ചിലെ എക്സാം എത്താറായിട്ടുണ്ട്. ഏകദേശം നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ മാസത്തോടു കൂടിയാണ്. ഏപ്രിൽ ഫസ്റ്റ് വീക്കോട് കൂടിയാണ് എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കറക്റ്റ് മാർച്ച് ഒരു മാസമാണുള്ളത്. ഫെബ്രുവരി കഴിയാറായിട്ടുണ്ട്. അപ്പം ഇപ്പം ഇതുവരെ നമ്മൾ അസൈൻമെൻ്റ് എല്ലാം വെച്ചു. സ്ലോ മോഷനിലായിരിക്കും പഠിത്തം മുന്നോട്ട് പോയിട്ടുണ്ടാവുക. കാരണം ബസിഫിക്കേഷൻ സിലബസൊക്കെ വന്നതോടുകൂടി കുറച്ച് ഭാഗങ്ങളെ നമുക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും പഠിക്കാനുള്ളൂ. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ ആ ബസിഫിക്കേഷൻ്റെ അകത്ത് തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ മൊഡ്യൂളിനും നിശ്ചിത മാർക്ക് വീതമാണ് എക്സാമിന് വരുന്നത്. അത് നമ്മൾ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം പലർക്കും എക്സാം അടുപ്പിച്ച് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. എങ്ങനെയായിരിക്കും എക്സാം ഉണ്ടാവുക, പാസ്സാവുമോ, ഈ പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്യണോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഒട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. എക്സാമിന് ഈ ഒരു മാസം, ഈ ഫെബ്രുവരി ലാസ്റ്റും 1 വീക്കും ഏപ്രിൽ കംപ്ലീറ്റും മാർച്ച് കംപ്ലീറ്റും നിങ്ങൾ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മാർക്കോടുകൂടി തന്നെ നിങ്ങൾക്ക് +2 പാസ്സാവാൻ കഴിയും. കാരണം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു 2026 ആകുമ്പോഴേക്ക് NIOSൻ്റെ എക്സാമിൻ്റെ പാറ്റേണിൽ വന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പരിശോധിച്ചാൽ, അതായത് ഒരു 3 കൊല്ലം മുന്നേ ഉള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചാൽ അതിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവെ കുറവായിരുന്നു. നമ്മൾ നന്നായിട്ട് പഠിച്ച് തന്നെ, അതായത് ഓരോ സബ്ജക്റ്റും പഠിച്ച്, മലയാളമൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും നമ്മുടെ ലാംഗ്വേജിൽ തന്നെ നന്നായിട്ട് എന്ത് ചെയ്യണം, എഴുതേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇന്ന് ഉള്ള പാറ്റേണിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ആകെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും നമ്മൾ അത്യാവശ്യം ഓരോ ചാപ്റ്ററും ഒന്ന് വായിച്ച് അതിലുള്ള കഥാപാത്രങ്ങളെയും എഴുതിയ ആളുകളെയും കഥയും മനസ്സിലാക്കി കഴിഞ്ഞാൽ, മലയാളത്തിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത്, ഇനി ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസൊക്കെ ആണെങ്കിൽ അതിലെ കണ്ടൻറ്റ് എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവാൻ കഴിയുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് എന്തുണ്ട്, പാസ്സാവാനുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വരുന്ന ദിവസങ്ങൾ, അതായത് ഇനിയുള്ള ദിവസങ്ങൾ അതിനായിട്ട് ഒന്ന് മാറ്റി വെക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതുവരെ നമ്മുടെ ബുക്കുമായിട്ട് ഒരു ബന്ധമില്ലാത്തവർ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങളെ കയ്യിലുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഓരോ ചാപ്റ്റർ വൈസ്, അതായത് എക്സാമിന് വേണ്ടിയിട്ടുള്ള ബസിഫിക്കേഷൻ സിലബസിൻ്റെ ഭാഗമായിട്ട് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഓരോ ചാപ്റ്ററും എത്ര മാർക്കിന് വീതമാണ് എക്സാമിന് വരുന്നത് നോക്കുക. അതനുസരിച്ച് ഓരോ ചാപ്റ്ററിലെ കണ്ടൻറ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ അതിന് ശേഷമാണ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കേണ്ടത്. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രീവിയസിലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ. ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിൻ്റെ NIOSൻ്റെ മലയാളത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ചാണ്. അതായത് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ഫസ്റ്റ് ടൈം എക്സാം എഴുതാൻ പോകുമ്പം ആകെ നമുക്ക് എന്തായാലും കൺഫ്യൂഷൻ ആയിരിക്കും. മറ്റേ നമ്മൾ എക്സാമിൻ്റെ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊക്കെ ഭാഗത്തുനിന്ന്, അതായത് മീൻസ് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നു, എത്ര അത് എഴുതണം എന്നൊക്കെ നമുക്കൊരു അറിവുണ്ടായി കഴിഞ്ഞാൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. മറ്റു നമ്മൾ ഈ 100 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തിരിച്ചിട്ട് ഇത് 1 മാർക്കിനാണോ, ഇത് 2 മാർക്കിനാണോ എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എക്സാമിൽ എത്ര മാർക്ക് വീതമാണ് ഓരോ ഭാഗത്തുനിന്നും വരുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ അത് നിങ്ങൾക്ക് പോകുന്ന എക്സാമിന് കുറച്ചും കൂടെ ഹെൽപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സ്ട്രക്ചറിലേക്ക് പോവാം. അപ്പം മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ നമ്പറാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റിൽ കാണും, നമ്മൾ തുറക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ 1 മുതൽ 20 വരെ 1 മാർക്കിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ്റെ മുകളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടാവും. താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇത്ര, അതായത് 1 മാർക്ക് അങ്ങനെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് 1 മുതൽ 20 1 മാർക്ക്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്താണ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? അതായത് ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷനും നിങ്ങൾക്ക് തരും. ഒരു ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിൻ്റെ അടുത്ത് തന്നെ ക്വസ്റ്റ്യൻ്റെ താഴെ A,
ബി, സി, ഡി അങ്ങനെ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരുന്നതാണ്. അതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 1A അല്ലെങ്കിൽ 1B എന്ന് എടുത്തിട്ട് ഈ ആൻസർ എടുത്തെഴുതിയാൽ മാത്രം മതി. അങ്ങനെയുള്ളതാണ് 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് സിമ്പിളാണ്. നമ്മൾ ആ ഒരു ചാപ്റ്റർ, അതായത് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ അത്യാവശ്യം ഒരു ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവുമെങ്കിൽ ഈ ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് ഓർമ്മ വരും. ഓപ്ഷൻ കാണുമ്പോൾ ആ ഒരു 20 മാർക്ക് നമുക്ക് സേഫാണ്, എല്ലാവർക്കും കിട്ടും. ആ ഒരു പാഠഭാഗം മലയാളത്തിൻ്റെ ആ ഒരു ഗൈഡ് നന്നായിട്ട് വായിച്ച്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ച് ആ കഥകൾ ഏകദേശം അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വേഗം മൈൻഡിൽ വരും അതിൻ്റെ ഓപ്ഷൻ എന്താണെന്നുള്ളത്. അതിപ്പോൾ വേഗം തന്നെ എഴുതാൻ കഴിയും. പിന്നെ രണ്ടാമത്തത് 20 മുതൽ 25 വരെയുള്ള ക്വസ്റ്റ്യനും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ നേരത്തെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അതായത് ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പാർട്ടിലേക്ക് 20 മുതൽ 25 ക്വസ്റ്റ്യൻ വരെ 1 മാർക്കിൻ്റെത് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ, അങ്ങനെ ഒറ്റൊരു ക്വസ്റ്റ്യനായിട്ട് തരും. നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ബുക്കുമായിട്ടൊരു ചെറിയൊരു ബന്ധം വേണം. കാരണം നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ ഇതിൽ ഓപ്ഷൻ അവർ തരുന്നില്ല. പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും, വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ എഴുതാൻ കഴിയും. ഇനി മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 26, ക്വസ്റ്റ്യൻ നമ്പർ 26 മുതൽ 30 വരെ. ക്വസ്റ്റ്യൻ നമ്പർ 26 മുതൽ 30 വരെയും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് നേരത്തെ 2 തരത്തിലുള്ളതല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നുള്ളതാണ് വരിക. അതായത് ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിരിക്കില്ല, അതിൻ്റെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഗ്യാപ്പ് ഇട്ട് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പൂരിപ്പിക്കണം. ഓക്കെ, അപ്പോൾ അതും അധികം നിങ്ങൾ പഠിച്ച കഥയും കവിതയിൽ നിന്നും ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമേ വരുള്ളൂ. അത് വായിച്ചു കഴിഞ്ഞാൽ ഇത് പൂരിപ്പിക്കാൻ വേഗം കഴിയും. അങ്ങനെ നമുക്ക് 26 മുതൽ 30 വരെ 1 മാർക്കിന് അങ്ങനെയാണ് വരുന്നത്. പിന്നെ 31 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യനും 1 മാർക്കിന് തന്നെയാണ്. അത് നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നാണ് എഴുതേണ്ടത്. അതും 1 മാർക്കിനാണ്. പക്ഷേ അത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതുകയാണ് ചെയ്യേണ്ടത്. അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് നിങ്ങൾക്ക് തരും. നിങ്ങൾ അത് എന്ത് ചെയ്യണം, അത് കറക്റ്റാണോ അല്ലെങ്കിൽ അത് റോങ് ആണോ എന്ന് എഴുതണം. പിന്നെ അടുത്തത് 36 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യനും 1 മാർക്കിൻ്റെതായിരിക്കും. അതധികവും ചേരുംപടി ചേർക്കാനാണ് വരിക. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം അധികവും ചേരുംപടി ചേർക്കാൻ കാണുന്നത് നമ്മുടെ എഴുതിയിരിക്കുന്ന ഓരോ പാഠഭാഗങ്ങളും അവയുടെ എഴുത്തുകാരും എഴുതിയ ആളുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ പാഠത്തിൻ്റെ പേരും എഴുതിയിട്ടുള്ള ആളുടേതും 2 കോളായിട്ട് കൊടുക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, ചേരുംപടി ചേർക്കണം. അതും കുറച്ചും കൂടി അതിൽ തന്നെ ആൻസർ ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ ആ ഒരു 5 മാർക്ക് നിങ്ങൾക്ക് സേഫാണ്. പിന്നെ ഉള്ളത് 41 മുതൽ 45 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിനും 1 മാർക്കിനാണ്. അത് പകരം പദം എഴുതാൻ വേണ്ടിയിട്ടാണ്. ടെക്സ്റ്റ് ബുക്കിലെ തന്നെ കുറച്ച് വാചകങ്ങൾ തരും, കുറച്ചല്ല 2-3 എണ്ണം. അതിൻ്റെ പകരം പദമാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ 46 മുതൽ 50 അതും 1 മാർക്കിനാണ്. അത് ചേർത്ത് എഴുതുക എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. അതും ടെക്സ്റ്റ് ബുക്കിലെ തന്നെ വാചകങ്ങൾ തന്നെയാണ് ഉണ്ടാവുക. അത് ചേർത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. ഈ 50 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്തുണ്ടാവുക, 1 മാർക്കിന് പരീക്ഷയ്ക്ക് വരിക. അതായത് ആദ്യത്തെ 50 ക്വസ്റ്റ്യൻ 1 മാർക്കിനാണ് വരുന്നത്. ഇതിൽ അത്യാവശ്യം എല്ലാം എളുപ്പമാണ്. ഇതിൽ പകരം പദവും ചേർത്തെഴുത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ സിമ്പിൾ തന്നെയാണ്. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ഫസ്റ്റ് പാർട്ട് തന്നെ വാങ്ങാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ആരും വെറുതെ ആക്കരുത്. നന്നായിട്ട് ആ പാഠഭാഗങ്ങൾ വായിച്ച് ഈ ഒരു 50 മാർക്ക് നിങ്ങൾ വാങ്ങണം. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 51 മുതൽ 65 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ്. 51 മുതൽ 65 വരെയുള്ള ക്വസ്റ്റ്യൻ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ആ 2 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉണ്ടാവുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് നമ്മൾ പാരഗ്രാഫാക്കി എഴുതേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. ക്വസ്റ്റ്യൻ അനുസരിച്ച് എഴുതണം. നമ്മൾ ഒരുപാട് വാരി വലിച്ച് എഴുതാൻ പാടില്ല. 2 മാർക്കാണ് വരുന്നത്. പക്ഷേ ഇതിൽ 51 മുതൽ 65 വരെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10 എണ്ണം മാത്രം സെലക്ട് ചെയ്ത് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് വേണ്ടത് 10 എണ്ണം അറിയുന്ന 10 എണ്ണം മാത്രം എന്ത് ചെയ്താൽ അത് സെലക്ട് ചെയ്തെടുത്ത് എഴുതിയാൽ മതി. പിന്നെ വരുന്നത് 66 മുതൽ 73 വരെയുള്ള ക്വസ്റ്റ്യൻ ആണ്. 66 മുതൽ 73 വരെയുള്ള ക്വസ്റ്റ്യനും
3 മാർക്കാണ് വരുന്നത്. അത് 5 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. അതിനും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്തിട്ട് എഴുതേണ്ട ആവശ്യമുണ്ട്. പിന്നെ 74 മുതൽ 76 വരെയുള്ള ക്വസ്റ്റ്യൻ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് 3 ക്വസ്റ്റ്യൻ മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതുള്ളൂ. അത് എത്ര എണ്ണം ഉണ്ടാവും നിങ്ങൾക്ക്? ഇതിൽ നിന്ന് 74 മുതൽ 76 വരെയുള്ള ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് 5 എണ്ണം എടുത്ത് എഴുതിയാൽ മതി. അത് കുറച്ചും കൂടെ കൂടുതൽ എഴുതണം. കാരണം ഈ ഒരു മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് പാർട്ടാണ്. ഈ 5 മാർക്കിൻ്റെ പാർട്ടിൽ നിന്നാണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, 3 ക്വസ്റ്റ്യനാണല്ലോ ഏറ്റവും കൂടുതൽ മാർക്ക് വരിക. അതിന് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. ബാക്കി 50 മാർക്കിന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുവിധം നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം എക്സാമിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെക്കുക. നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈവരിക്കാൻ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.